ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ്. അതിനായിട്ട് ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറുത്ത ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ നമ്മൾ കാശു കോയിൻസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറുത്ത ക്രിസ്റ്റൽ ബീഡ്സ് ആദ്യം 2 ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു കോയിൻ എടുത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോയിൻ എന്ന് പറയുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള കോയിനാണ്. നല്ല കാണുമ്പോൾ തന്നെ ഗോൾഡിൻ്റെ ലുക്കാണ് ഉണ്ടാവുക. ഓക്കെ, അതിനുശേഷം 3 ക്രിസ്റ്റൽ ബീഡ്സ് എഗെയിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒരു കോയിൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എഗെയിൻ 3 ബീഡ്സ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഈ കളർ ബീഡ്സ് അല്ല വേറെ ഏത് കളർ ബീഡ്സ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാം. ഗോൾഡൻ കളറിൻ്റെ കൂടെ ഏതാണോ കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ടാവുക എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ്സിനും അതുപോലെ മാച്ച് ചെയ്യുന്ന രീതിയിൽ കോർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ മാല ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് ബാക്കി പോർഷൻ മിഡിലിൽ ഈ ഇങ്ങനത്തെ രീതിയിലുള്ള ഡിസൈനും പിന്നെ ബാക്കി പോർഷൻ ഇൻവിസിബിൾ ആയിട്ടാണ് നമ്മൾ മാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മിഡിലത്തെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഗിയർ വയർ ആ റോളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിന് ശേഷം ഇതിൻ്റെ 2 വശത്തായിട്ടും ഓരോരോ ഗിയർ ലോക്ക് വീതം ഇട്ട് കൊടുക്കേണ്ടതാണ്. അതായത് ഈ ബീഡ്സ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഗിയർ ലോക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിപ്പം വേറൊരു മാല എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ലെങ്ത്ത് കറക്റ്റാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ കളർ ബീഡ്സ് വെച്ചിട്ടും കമ്പൈൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ലെങ്ത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് ലെങ്ത്ത് ഒരേപോലെ വരണം എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് മുന്നേ ഉണ്ടാക്കിയ മാല കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യായിരുന്നു. അതായത് ലെങ്ത്ത് നോക്കണമല്ലോ നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗിയർ ലോക്ക് നമുക്ക് ഇങ്ങനത്തെ മാലയ്ക്ക് കുറച്ചധികം ഗിയർ ലോക്സാണ് വേണ്ടി വരിക. ഇതിൽ നമ്മൾ ഈ മിഡിലത്തെ പോർഷൻ ഇളകി പോവാതിരിക്കാനായിട്ട് നമ്മൾക്ക് ഈ 2 കറുത്ത ബീഡ്സിൻ്റെ അറ്റത്തും ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നെ ഹൂക്സിലും നമ്മൾക്ക് ഗിയർ ലോക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഗിയർ ലോക്ക് നമുക്ക് ഇട്ടിട്ട് 2 സൈഡിലും ലോക്ക് ചെയ്ത് കൊടുക്കാം. ഒരു വശത്ത് ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഗിയർ ലോക്ക് മിഡിലിൽ ചെയ്യുന്നത് മാല കംപ്ലീറ്റ് ആയതിന് ശേഷമായിരിക്കും. അപ്പം നമ്മൾക്ക് എഗെയിനും ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾക്ക് മിഡിലിൽ ലോക്ക് ചെയ്യാനുള്ള ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഹൂക്സ് ഫിറ്റ് ചെയ്യാനുള്ള ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനെപ്പോഴും ഒരു 2 ഗിയർ ലോക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ മാല ഫിനിഷ് ചെയ്യുമ്പോൾ ഹൂക്സൊക്കെ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അതുപോലെ 2 ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചില ഗിയർ ലോക്ക് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉള്ളതാണെങ്കിൽ അതിനെ മാറ്റണം, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഗിയർ ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കളഞ്ഞിട്ട് വേറെ നല്ല ഗിയർ ലോക്ക് തന്നെ ഇട്ട് കൊടുക്കണം. എപ്പോഴും നമ്മൾ മാല ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മാല ഫിനിഷ് ചെയ്തിട്ട് അവസാനം ഗിയർ ലോക്ക് നല്ലതല്ലാത്തത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാല പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാം. ഞാനിപ്പം ഒരു വശത്ത് ഈ മാല എൻ്റെ ഹൂക്സ് 4 കണ്ണിയുള്ള ഹൂക്സ് ഇട്ടിട്ട് ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നത് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ പ്രീവിയസ് വീഡിയോയിലും നമ്മൾ കുറേ മാല ഉണ്ടാക്കുന്ന വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. ജ്വല്ലറി മേക്കിംഗ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ പോയി നോക്കിയാലും കുറച്ച് ജ്വല്ലറി മേക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മാല നമ്മളിപ്പോൾ ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം അടുത്ത സൈഡിൽ നമുക്ക് ഹൂക്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വശത്ത് 4 കണ്ണിയുള്ള ഒരു ചെയിനും മറ്റു വശത്ത് ഒരു ഹൂക്സുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഹൂക്സ് വേണമെങ്കിൽ ആ കിഡ്നി ലോക്കുള്ള അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിളാണ് ഇങ്ങനത്തെ ചെയിനിനൊക്കെ. അപ്പോൾ അങ്ങനത്തെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ മോസ്റ്റ്ലി ഇൻവിസിബിൾ ചെയിനിന് അങ്ങനത്തെ ഹൂക്സാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഹൂക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കിഡ്നി ഹൂക്സ് എന്ന് പറയും.
അങ്ങനത്തെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു വശത്ത് 4 കണ്ണിയുള്ള ചെയിനും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 4 എണ്ണത്തിന് പകരം 2 എണ്ണം ഉള്ളതായിട്ടും കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ വശത്തും നമ്മൾ 2 ഗിയർ ലോക്ക് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് ഇരിക്കുകയാണ്. ഇനി മാല ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് കറക്റ്റായിട്ട് മിഡിലിൽ വരുന്നത് പോലെ പിടിച്ചു കൊടുക്കുക. അതിന് ശേഷം ആ ബീഡ്സിൻ്റെ എൻഡിലുള്ള ഗിയർ ലോക്കിനെ നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഇൻവിസിബിൾ ചെയിനിൽ ഈ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാനായിട്ട് പാടില്ല. എവിടെയാണോ ബീഡ്സ് ഇട്ടിട്ട് അതിനെ ലോക്ക് ചെയ്യേണ്ടത് അവിടെ കറക്റ്റായിട്ട് തന്നെ ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മൾക്ക് ഈ മാല നല്ല ഫിനിഷിങ്ങിൽ വരുള്ളൂ. ഓക്കെ, കറക്റ്റ് മിഡിലിൽ മാത്രമായിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈനും ബാക്കി വയറ് ഇൻവിസിബിളായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇൻവിസിബിൾ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന ഓണത്തിന് ഇനി എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ചെയിനാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഏതാണോ കളർ വേണ്ടത് ബീഡ്സ് ചൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ. ഈ ഒരു മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും റിയൽ ഗോൾഡ് ലുക്ക് പോലെ തന്നെയുള്ള ബീഡ്സാണ്, ഈ കാശു കോയിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രീമിയം ക്വാളിറ്റി വാങ്ങിച്ചാൽ മതി, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ.